സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജി ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ഒരേ സമയം നമ്മുടെ ബഹിരാകാശ രംഗത്തെ സംബന്ധിച്ചുള്ള ആശങ്കയും വർദ്ധിച്ചു വന്നിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആശ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ വിജയകരമായി വിക്രം എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ്, സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംരംഭകർ അത് വിജയകരമായി പൂർത്തിയാക്കി. അതേസമയം തന്നെ ആശങ്ക ISROയിലുള്ള വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ശാസ്ത്രജ്ഞന്മാർ ISRO വിട്ട് കൂടൊഴിയുന്നു. അവരെല്ലാം തന്നെ ചിലർ സ്വന്തം നിലയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു, ചില സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളിൽ അവരുടെ ഉപജീവനം തേടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെക്കുറിച്ച് വലിയ ആശങ്ക. ISROയുടെ പല പദ്ധതികളും അതിൻ്റെ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഗഗൻയാൻ പോലെയുള്ള ദൗത്യങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന വാർത്തകളൊക്കെ വരുന്നു. എന്താണ് സാറിൻ്റെ ഒരു നിഗമനം? എന്താണ് ഈ കാര്യത്തിൽ? ഇത് സത്യമാണ്. ഒരേ സമയത്ത് ആശങ്കയും ഒരേ സമയത്ത് ഉണ്ടാകുന്ന സംഗതിയാണ്. പക്ഷെ ഇത് ആശങ്ക വിഷയത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ISRO മാനേജ്മെന്റും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഈ മറ്റേ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്നത് ഒരു പുതിയ കീഴ്വഴക്കമാണ്. കീഴ്വഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സ്പേസ് രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുക ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ടാലന്റുകളെ ISROയിലേക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനം ISRO എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, IIT പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ അപൂർവം പേർ മാത്രമേ ISROയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മോശം ആൾക്കാർ പഠിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എന്തു തന്നെയാണെങ്കിലും IITയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പഠന സൗകര്യങ്ങളും അതിന്റെ നിലവാരവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ, ഇപ്പൊ IITയിൽ നിന്നുള്ള വിദഗ്ധരായ ആൾക്കാരെയൊക്കെ ISROയിലേക്ക് വരത്തക്ക രീതിയിലുള്ള ഒരു ആകർഷക പദ്ധതി ആവിഷ്കരിക്കേണ്ട സമയം സർക്കാരിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ആ രീതിയിൽ അതിനെ പരിഗണിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു സാധനം. കാരണം പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ISROയുടെ ഈ പറഞ്ഞതുപോലെ ആശങ്ക വർദ്ധിക്കും. അത് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സാധ്യത വളരെ വലുതാണ്. കാര്യം ഇനിയിപ്പോ ISROയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് റിട്ടയർ ചെയ്തവർക്ക് അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതേപോലെ അവിടെ ജോലിക്ക് ഉള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതേപോലെ തന്നെ പഠിച്ച് ISROയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന അവിടുത്തെ ബിടെക് വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് തുറന്നിടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമായ മേഖലയാണ്. ക്വാളിറ്റി ഉള്ള എഞ്ചിനീയേഴ്സിനും അതേപോലെ തന്നെ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളവർക്കും വളരെയധികം സാധ്യത. ഉദാഹരണത്തിന് ഈ എയ്റോസ്പേസിൽ ഇന്നലെ നമ്മൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, നമ്മൾ ഈ ജെൻസിയെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഈ ജെൻസിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ന്യൂജനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അവരുടെ ഈ ചില ഡയലോഗുകളൊക്കെ നോസ്ത്, ഡെലുലു, ഇതൊക്കെയാണ് നമ്മൾ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ജെൻസിയെ കാണണമെങ്കിൽ ഇന്നലെ പിന്നെ സ്ക്വയർ റൂട്ട് എയ്റോസ്പേസിന്റെ അവരുടെ എഞ്ചിനീയേഴ്സിന്റെ റൂം കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളാണ്, ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഒക്കെ. ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാർ പിള്ളേരുടെയൊക്കെ മീശയൊക്കെ ഇങ്ങനെ ശരിക്കും കറുത്തു വരുന്നതേ ഉള്ളൂ. ഈ പവൻകുമാർ ചന്ദന, ഇതിന്റെ CEO, അയാള് 2013 ISROയിൽ ജോയിൻ ചെയ്ത് 2018 ആയപ്പോഴത്തേക്ക് പുറത്തേക്ക് പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങി. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു സാറ്റലൈറ്റ് ഈ റോക്കറ്റ് വിക്രം 1 തയ്യാറാക്കി അതിനകത്ത് 2 ചെറിയ പേലോഡ്സും വെച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് വിട്ടു എന്ന് പറയുമ്പോൾ, ഇന്നലെ പ്രൈം മിനിസ്റ്റർ വിളിക്കുമ്പോൾ അതേ ആ 33 വയസ്സുകാരന്റെ ചിരിയും മുഖവും കാണുമായിരുന്നു. അതാണ് ജെൻസി. അവിടെയാണ് നമ്മൾ ജെൻസിയെ കാണേണ്ടത്. ആ റൂമിലേക്ക്, ആ സയന്റിസ്റ്റുകളുടെയും എഞ്ചിനീയേഴ്സ് ഇരുന്ന റൂമിലേക്കാണ് നോക്കണ്ടേ. ഈ പവൻകുമാർ ചന്ദന ഏതാണ്ട് 300ഓളം ഈ എഞ്ചിനീയേഴ്സിനും സയന്റിസ്റ്റിനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഏതാണ്ട് 700ഓളം മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ജോലി കൊടുക്കുന്നുണ്ട്. 1000 പേർക്കാണ് അയാൾ ജോലി കൊടുക്കുന്നത്. അത് നിസ്സാരമായ ജോലിയല്ല, നല്ല മുന്തിയ ശമ്പളത്തിലാണ് ജോലി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ തൊട്ട് അങ്ങ് സാറ്റലൈറ്റ് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ISRO ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല,
സ്പേസിന്റെ തുറന്നു കൊടുത്തതോടുകൂടി ഇതിന്റെ ഒരു വലിയ വിപണി തന്നെ, ഒരു ഭയങ്കര മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തന്നെ ഇന്ത്യയിൽ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഐ എസ് ആർഒയിലെ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. കാര്യം സാറ്റലൈറ്റിന്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു, റോക്കറ്റിന്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു, ആക്സസറീസ് ഉണ്ടാക്കുന്നു, റോക്കറ്റ് തന്നെ ഉണ്ടാക്കുന്നു. ഇനിയിപ്പോ നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ 2030 പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് $100 ബില്യൺ ബിസിനസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ നമ്മള് അമേരിക്ക, ചൈന, ഇന്ത്യ ആ പ്രൈവറ്റ് റോക്കറ്റ് ക്ലബിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ ഒരു ഏറ്റവും കുറഞ്ഞ, മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവർ പറഞ്ഞിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാല് എയർ ടാക്സി, റോക്കറ്റ് ടാക്സി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ആർക്കാണോ എപ്പം പോകേണ്ടത്, നമ്മൾ യുവർ വിളിക്കുന്നത് പോലെ ആർക്കെങ്കിലും ഒരു പേലോഡ് സാധനം നമ്മൾ മുകളിലേക്ക് കൊണ്ട് ബഹിരാകാശത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു ഫോൺ കോൾ സമയം ഫിക്സ് ചെയ്യുക, വിടുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് ഫസ്റ്റ് ടെസ്റ്റ് തന്നെ 100% സക്സസിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയില് എനിക്ക് തോന്നുന്നു ആശങ്ക എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് വളരെ നിഷ്പ്രയാസം പരിഹരിക്കപ്പെടാവുന്ന ഒരു സംഗതിയാണ്. സാർ, ഇതില് നമ്മൾ നാസയുടെ ഒരു മാതൃക പിന്തുടരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നാസയുടെ ഇപ്പൊ ചെയ്യുന്നത് എന്താ, നാസ അവരെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ അതുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മിഷൻ ദൗത്യങ്ങളെല്ലാം തന്നെ സ്പേസ് എക്സ് പോലെയോ അല്ലെങ്കിൽ എയർബസ് പോലെയോ ഉള്ള സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചിട്ട് നാസ അങ്ങ് മാറി നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ISRO കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത്തരം മിഷനുകളൊക്കെ സ്വകാര്യ മേഖലയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ISROയ്ക്ക് ഒരുപാട് മെച്ചമുണ്ടാകുമെന്നാണ് തോന്നുന്നത്, അല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ISROയ്ക്ക് ഇതിന്റെ ഒരു ബ്രെയിൻ സെന്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ഉദാഹരണത്തിന് മാത്രമല്ല, അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ISROയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനും അതുപോലെ സയന്റിസ്റ്റുകൾക്കും ഈ പറഞ്ഞതുപോലെ അവരുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ വേതനം നിശ്ചയിക്കുന്ന ഒരു സംവിധാനം കൂടെ വേണം. എങ്കിലേ ക്വാളിറ്റി ഉള്ള ആൾക്കാർ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ എത്രയോ ഇന്ത്യക്കാരാണ് നാസയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്ന അനിൽ മേനോൻ അല്ലേ, അദ്ദേഹം നാസയിൽ നിന്നല്ലേ പോയിരിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇന്ത്യയിൽ മാത്രമുള്ള ലോകത്തും ഉള്ള ഒരു പക്ഷേങ്കിൽ നമുക്കുള്ള ബെറ്റർ ബ്രെയിൻസിനെ നമുക്ക് ഇവിടേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജസ് ആവശ്യമാണ്. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ രീതിയിലേക്ക് നടപടിക്ക് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ മേഖല തുറന്നിട്ട് കൊടുത്തിട്ട് വെറുതെ ISRO നോക്കിയിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ISROയുടെ ഈ ഒരു ഇഷ്യൂ കേന്ദ്ര സർക്കാരിന്റെയും സമൂഹത്തിന്റെയും മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. ISROയിൽ നിന്ന് സയന്റിസ്റ്റുകൾക്ക് പോകുന്നു, ഒരു പരിധി വരെ മാത്രമേ ISROയ്ക്ക് അവരെ പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ല, ഇതിന്റെ യഥാർത്ഥ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സ്വകാര്യ സ്റ്റാർട്ടപ്പുകളുടെ റിക്രൂട്ടിംഗ് ഏജന്റ് ആയിട്ട് ISRO മാറി. കാര്യം ഇവർ ക്വാളിഫൈഡ് ആണ്, പക്ഷേ ഓഫ് ദ ജോബ് വർക്ക് എക്സ്പീരിയൻസ് അതാണ് നിർണായകം. 10-20 വർഷമൊക്കെ ISROയുടെ കീഴിൽ പ്രവൃത്തി പരിചയം നേടി മുന്തിയ ശമ്പളത്തിൽ സ്വകാര്യ മേഖലയിലോട്ട് പോകുന്നത്, അവിടെയാണ് ഈ ഇഷ്യൂ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും ആ ഒരു ഇഷ്യൂ ആണ്. കാര്യം ഉദാഹരണത്തിന് നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് അത് തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ താല്പര്യമല്ലേ, അയാളുടെ ജീവിതം എങ്ങനെ വേണം, മെച്ചപ്പെട്ട ഒരവസ്ഥ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോകും. അതും അതിന്റെ പേരിൽ ഇപ്പൊ ഗവൺമെന്റിന് വിരുദ്ധമോ രാജ്യവിരുദ്ധമായ പ്രക്രിയയല്ലത്. കാര്യം ഇപ്പൊ ഒരു റോക്കറ്റിന്റെ വിജയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിജയം തന്നെയാണ്. നമ്മൾ ആ പഴയ കൺസെപ്റ്റിൽ നിന്ന് മാറാത്തതിന്റെ പ്രശ്നം കൊണ്ടാണത്. ഇപ്പൊ ഇവിടെ ഒരു സ്വകാര്യ റോക്കറ്റ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നതും ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് 20 വർഷം അല്ലെങ്കിൽ 15 വർഷമോ 20 വർഷമോ 10 വർഷമോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ISROയിലുള്ള ബെറ്റർ ബ്രെയിൻസിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാം, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ വരുമാനം എന്തായിരിക്കണം, അവർക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മെച്ചം എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നമുക്ക് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമേ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ISRO നേരത്തെ പ്രേം പറഞ്ഞതുപോലെ ഇതിനെ ഇതിന്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് നമ്മുടെ സ്പേസ് മിഷന്റെ ഒരു കേന്ദ്ര ബിന്ദു ISRO തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു കൈയില്ലാത്ത ബെന്യനെ വിട്ട് വിക്രം സാരാഭായിയും അബ്ദുൽ കലാമും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കുഞ്ഞു റോക്കറ്റ് വിട്ട സംഗതി ആലോചിച്ച് നോക്കണം. അവിടെ നിന്നാണ് തുടക്കമാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് ആ ഒരു
ഇത് മനസ്സിലാക്കിയിട്ട് ആ ഒരു മിഷണറി സ്പിരിറ്റിലൂടെ മാത്രമേ ഇതിനെ നമ്മൾ കാണാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പം പല ISRO ഇപ്പം നല്ല നല്ല സയന്റിസ്റ്റുകളുണ്ട്. അപ്പൊ അവരുടെ ഈ പിന്നെ ഈ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ വെച്ച് നോക്കിയിട്ട് അവർക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇതുവരെ പോയി കഴിഞ്ഞാൽ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യും, വിദേശത്ത് പോവുകയും പലരും നാസയിലേക്ക് പോവുകയൊക്കെ ചെയ്യും, വിദേശത്തേക്ക് പോവുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ ഓഫ് കോഴ്സ് ഇപ്പോഴും തീർച്ചയായും നല്ല ശമ്പളമുള്ള സംഗതിയാണ് ISRO. പക്ഷെ എങ്കിൽ പോലും ഒരു അവരുടെ സമാനമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ പുറത്തേക്ക് പോയിട്ട് നേടുന്ന നേട്ടത്തിന്റെ മുമ്പിൽ ഇവർ വളരെ തുച്ഛമായ അവസ്ഥകളിലാണ് ഈ ISROയിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി നിർത്തുക, ആകർഷിക്കുക, ബെറ്റർ ബ്രെയിൻസിനെ, നല്ല ശേഷിയുള്ള യുവാക്കളെയും യുവതികളെയും ആകർഷിക്കുന്നതിന് ആവശ്യമായ ഒരു പദ്ധതി എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ അത് കണ്ടില്ല എന്നടിക്കത്തില്ല, താമസിയാതെ തയ്യാറാക്കി ആ ആശങ്കയെ അതിജീവിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പിന്നെ VSSC ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് തുറന്നു കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അനുബന്ധ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് തുറന്നിടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പുതിയ മേഖലയാണ്. അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സ്കൈ ഇസ് ദ ലിമിറ്റ്. അതാണ് ശരിക്കും നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് ഈ ആശങ്ക താൽക്കാലികം, അത് നേരിടാവുന്ന താൽക്കാലിക ഒരു പരിഹരിക്കപ്പെടാവുന്ന ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. പക്ഷെ ആശകളുടെ പിന്നെ പരിമിതി എന്ന് പറയുന്നത് ആകാശമാണ്, അതിന് സംശയമില്ല. ആ ഒരു അവസ്ഥയാണ് ഇന്നലത്തെ നമ്മുടെ ഈ സ്വകാര്യ മേഖലയിൽ, അല്ലെങ്കിൽ പവൻകുമാർ ചന്ദനയുടെ നേതൃത്വത്തിലുള്ള ആ കമ്പനി സ്കൈ റൂട്ട് നേടിയ നേട്ടം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരി, നന്ദി സാർ, നന്ദി.